സുലോചനയും ചിത്രയും ചായയും പലഹാരങ്ങളുമായി ആദ്യം വന്നപ്പോൾ പിന്നാലെ രാഖിക്കും മാധുരിക്കുമൊപ്പം തലകുനിച്ച് നടന്നു വരുന്നവളെ കണ്ട് അജയ് ശ്വാസം വിലങ്ങി നോക്കിയിരുന്നു പോയി. ഒരു വേള അവനെ നോക്കി അവളുടെ കണ്ണുകളും പിടച്ചിലോടെ താഴ്ന്നുപോയി. ആദ്യമായി കാണുന്നത് പോലെയുള്ള രണ്ടുപേരുടെയും നോട്ടവും ഭാവവും മറ്റുള്ളവർ ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. അമ്മുവിൻ്റെ കയ്യിൽ ചായ തട്ടിക്കൊടുത്ത് സുലോചന എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും രാകേഷിനും ശില്പയ്ക്കും കൊടുത്തിട്ട് അമ്മു അവസാനം ചായ നീട്ടിയത് അജയ്ക്കായിരുന്നു. ഒരു വേള ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. രാകേഷിൻ്റെ ആക്കിച്ചുമയിലാണ് അജയ് അവളിൽ നിന്ന് കണ്ണുകൾ പറിച്ച് ചായ എടുത്തത്. ബന്ധുക്കൾക്ക് സത്യമറിയാത്തതിനാൽ രണ്ടുപേരുടെയും ഭാവങ്ങൾ അവർ ചിരിയോടെ നോക്കിയിരുന്നു. ഒളിച്ചോടി കേട്ടിട്ട് രണ്ടിൻ്റെയും ഭാവം കണ്ടില്ലേ, ആദ്യമായി കാണുന്നത് പോലെ. രാകേഷ് കിച്ചുവിനോട് അടക്കം പറഞ്ഞു ചിരിച്ചപ്പോൾ കിച്ചുവും ചിരിച്ചുപോയി. അമ്മു ചായ കൊടുത്ത് മാറി നിന്നപ്പോൾ നിളമോൾ അവൾക്ക് നേരെ പാൽപുഞ്ചിരി കാട്ടി കൈനീട്ടി. അമ്മു അവളെ വാരിയെടുത്ത് ഉണ്ടക്കവളിലൊന്ന് ഉമ്മ വെച്ചു. അജയ് ഒരു ചിരിയോടെ അവൻ്റെ കവളൊന്ന് തഴുകി. ഏതാണ്ട് അവൻ ഉമ്മ കിട്ടിയതുപോലെ. ശില്പ അവനെ ഒന്ന് കണ്ണുരുട്ടി. രണ്ടാൾക്കും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാട്ടോ, സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അജയ് കിച്ചുവിനെ നോക്കി. അമ്മു വെപ്രാളത്തോടെ അകത്തേക്ക് കയറിപ്പോയി. പോയിക്കോടാ, കിച്ചു എന്നാക്കി പറഞ്ഞപ്പോൾ അജയ് ഒരു ചമ്മലോടെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. മുകളിൽ രണ്ടാമത്തെ മുറി. ഹരി അവനെ നോക്കി കൈകെട്ടി ചിരിയോടെ പറഞ്ഞപ്പോൾ അജയ് തലകുലുക്കിക്കൊണ്ട് പടികൾ ഓടിക്കയറി. ഹരി മിഴിച്ചു നിന്ന് അവൻ്റെ പോക്ക് നോക്കി നിന്നു. വാതിൽ തുറന്ന് കിടക്കുന്നതിനാൽ അജയ് കട്ടിളയിൽ കൈ അമർത്തി അവളെ നോക്കി. പുറം തിരിഞ്ഞാണ് അവളുടെ നിൽപ്പ്. നീണ്ടു വളർന്ന് അരയ്ക്ക് താഴെ കിടക്കുന്ന മുടിയും അതിൽ ഭംഗിയായി ചുറ്റിയിരിക്കുന്ന മുല്ലമാലയും. അജയ്ക്ക് ആ മുല്ലപ്പൂക്കളോട് പോലും അസൂയ തോന്നി. അവൻ വിറയലോടെ അവളുടെ പിന്നിലായി വന്നു നിന്നു. അവൻ്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ അമ്മു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അമ്മു പിന്നിലേക്ക് മലർന്നു വീഴാൻ തുടങ്ങിയപ്പോൾ അവളുടെ അരയിലൂടെ പെട്ടെന്ന് കൈ പിടിച്ചുകൊണ്ട് വീഴാതെ തന്നോട് ചേർത്ത് നിർത്തി. കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. ആദ്യമായി അജയ് അവളുടെ നെറ്റിയിൽ തൻ്റെ അധരങ്ങൾ ചേർത്ത് വെച്ചു. വർഷങ്ങളുടെ വിരഹം താണ്ടി ഒന്നായവരെ പോലെ അമ്മു പിടപ്പോടെ അവനെ നോക്കി. അവളെ ജനാലയിലേക്ക് ചേർത്ത് നിർത്തി അവളിലേക്ക് അമർന്നു. അവളുടെ മുഖം കൈക്കുള്ളിലാക്കി ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഞാൻ ഒരുപാട് മിസ് ചെയ്തു പെണ്ണേ. എനിക്കറിയില്ല ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ എന്താണെന്ന്. ഒന്ന് കാണാൻ, ഓടി വന്നിങ്ങനെ ചേർത്ത് നിർത്താൻ വല്ലാത്തൊരു വെപ്രാളമായിരുന്നു. താഴെ ഇരുന്നപ്പോൾ നീ വന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്കറിയില്ല പെണ്ണെ, കടിച്ച് തിന്നാനാ തോന്നിയത്. അമ്മു അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. തന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം ആ കണ്ണുകളിൽ ആഴ്ന്നു കിടപ്പുണ്ട്. വർഷങ്ങളായി പരസ്പരം കാണാതെ പക്ഷേ ഒരുപാട് അടുത്തവരുടെ ഭാവമായിരുന്നു ആ മുഖത്ത്. മേഘേ, ഇപ്പം തന്നെ ഞാൻ കൊണ്ടുപോയിട്ടിടി നിന്നെ, അത്രയ്ക്ക് കാത്തിരിക്കാൻ പറ്റാതായി. അമ്മു അവനെ കൂർപ്പിച്ചു നോക്കി. അത് വേണ്ട, ഇപ്പം തന്നെ എന്ത് രസമാണ് ഓരോ ചടങ്ങുകളും. എല്ലാം കഴിഞ്ഞ് അവസാനം താലികെട്ട് കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖം അതറിഞ്ഞു തന്നെ അനുഭവിക്കണം. പക്ഷേ കട്ടുന്നതിൻ്റെ സുഖമില്ല കിട്ടില്ലല്ലോ. അവനൊരു കുസൃതിയോടെ മീശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അമ്മു അവനെ മിഴിച്ചു നോക്കി. ചി വഷളൻ, പോങ്ങോട്ട്. അമ്മു അവനെ പിടിച്ച് തള്ളാൻ നോക്കിയെങ്കിലും കാന്തം പോലെ അജയ് അവളുടെ കൂടുതൽ ഒട്ടിച്ചേരുകയായിരുന്നു. ഇതെന്ത് കൂത്ത്, പുതിയ ഭാവങ്ങളാണല്ലോ. അമ്മു അവൻ്റെ നെഞ്ചിൽ കൈയമർത്തിപ്പിടിച്ച് പുരികമുയർത്തി ചോദിച്ചു. ഇനി എന്തെല്ലാം ഭാവങ്ങൾ കാണാൻ കിടക്കാടി ഭാര്യയെ. അജയ് അവളുടെ കവിളിൽ വിരൽ തഴുകിക്കൊണ്ട് പറഞ്ഞപ്പോൾ അമ്മു വിറയലോടെ അവനെ മാറ്റി നിർത്തി. പോയി അങ്ങോട്ട്. കുതിച്ചുവരുന്ന ഹൃദയമിടിപ്പ് അടക്കി പിടിക്കാനായി അവൾ തിരിഞ്ഞു നിന്നു. ജനലിലെ കമ്പിയിൽ അമർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു നിന്നു. അജയ് അവൾക്ക് ഇരുവശത്തും കൈകൾ കടത്തി ജനാലയിൽ പിടിച്ചു. അമ്മു അവൻ്റെ കൈകൾക്കിടയിലും. അവൾ വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കി. ഒരു ഉമ്മതാടി, കൊഞ്ചലോടെയാണ് ചോദ്യം. അമ്മുവിന് ചിരി വന്നുപോയി. ചുണ്ടൊക്കെ കൂർപ്പിച്ച് കൊഞ്ചുന്നത് പോലെ ചോദിക്കുന്നുണ്ട്. അമ്മു ചിരി വന്ന് വായ പൊത്തിപ്പിടിച്ചു. അജയ് അവളെ കൂർപ്പിച്ചു നോക്കി. ചിരി ഇപ്പം നിർത്തിത്തരാട്ടോ. അജയ് മുന്നോട്ടാഞ്ഞ് അവളുടെ ചുണ്ടുകൾക്കരികിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചതും അമ്മുവിൻ്റെ ചിരി സ്വിച്ചിട്ടതുപോലെ മാഞ്ഞു. അജയ് വേണ്ട. അവൾ പിന്നിലേക്ക് തല ചായച്ചു കൊണ്ടുപോയി. അതിനനുസരിച്ച് അവൻ്റെ മുഖം അവളിലേക്ക് ആഞ്ഞുകൊണ്ടിരുന്നു. അമ്മു കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നപ്പോൾ അജയ് അവളുടെ ചുണ്ടിലൊന്നൂതി ഒരു ചിരിയോടെ പിന്നിലേക്ക് നീങ്ങി നിന്നു. കുറച്ചു കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അമ്മു ഒറ്റക്കണ്ണ് തുറന്ന് അവനെ നോക്കി. അവൾ ശ്വാസം വിട്ട് നേരെ നിന്ന് അവനെ നോക്കി. എന്തെങ്കിലും പ്രതീക്ഷിച്ചോ ഭാര്യയെ? അവനൊരു കുസൃതിയോടെ ചോദിച്ചു. എന്ത് പ്രതീക്ഷിക്കാൻ? ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല, അവൾ വിക്കി പറഞ്ഞപ്പോൾ അജയ് അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ നെറ്റിത്തടത്തിലും മേൽച്ചുണ്ടിന് മുകളിലും പൊടിഞ്ഞു തുടങ്ങിയ വിയർപ്പ് തുള്ളികളെ അവൻ ഉമ്മിനീരിറക്കി നോക്കി.
അവയെ സ്വന്തമാക്കാൻ അവളിലേക്ക് അടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കിച്ചുവിൻ്റെ വിളി കേട്ട് അവൻ ഞെട്ടി പിന്നിലേക്ക് നോക്കിയത്. അമ്മു നെഞ്ചിൽ കൈവച്ച് ശ്വാസമെടുത്തു. കഴിഞ്ഞെങ്കിൽ വാ. താഴെ അവരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും നിൽപ്പും ഭാവവും കണ്ട് കിച്ചു അവരെ ഒന്ന് ഇരുത്തി നോക്കി. അജയ് അവൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അമ്മു അപ്പോൾ മുഖം കുനിച്ചു കളഞ്ഞു. തിരിഞ്ഞു നോക്കി ഇറങ്ങി വരുന്ന അജയ്യെ നോക്കി ഹരി ഒന്ന് ആക്കി ചുമച്ചു. അജയ് അവനെ ഒന്ന് ദേഷിച്ചു നോക്കി. ഒപ്പം കെട്ടിപ്പിടിച്ചൊരു താങ്ക്സും പറഞ്ഞു. ഹരി അവനെ മിഴിച്ചു നോക്കി. നിന്ന് മിഴിക്കണ്ട. ആ മുകളിൽ നിൽക്കുന്ന മുതലിനെ എനിക്ക് കിട്ടാൻ കാരണം നിങ്ങളല്ലേ. നന്നായി നിങ്ങളൊന്നും ചെയ്യാതിരുന്നത്. അജയ് ഹരിയുടെ കൈ പിടിച്ച് കുലുക്കിയിട്ട് ഹാളിലേക്ക് നടന്നു. അപ്പോഴും ഹരി ആ നിൽപ്പായിരുന്നു. അപ്പോൾ ഇനി ഞായറാഴ്ച നിശ്ചയം നടത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? നാളെ ആയാലും ഞാൻ റെഡി. അജയ് ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചുപോയി. അവനാകെ ചൂളിപ്പോയി. രാകേഷ് എന്തുവാടെ എന്ന ഭാവത്തിൽ അജയെ നോക്കുന്നുണ്ട്. അവൻ പിന്നെ ഫോണിലേക്ക് മുഖം പൂഴ്ത്തി ഇടയ്ക്കിടയ്ക്ക് അകത്തേക്കും നോക്കുന്നുണ്ട്. മാധുരിക്ക് പിന്നാലെ നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. സദ്യയായിരുന്നു ഒരുക്കിയിരുന്നത്. മൊത്തം 15 പേരുണ്ടായിരുന്നു. സന്ദീപും ഫൈസിയും കിച്ചുവും ഹരിയും കൂടിയാണ് വിളമ്പിയത്. അമ്മുവിനെ അജയ്ക്കൊപ്പം ഇരുത്തിയിരുന്നു. സാധാരണ നിശ്ചയത്തിൻ്റെ അന്ന് ഒരുമിച്ചിരി കഴിക്കാറുള്ളൂവെങ്കിലും അവർക്ക് പരസ്പരം നേരത്തെ അറിയാവുന്നതുകൊണ്ട് ആരും എതിര് പറഞ്ഞില്ല. ഇത് നമ്മുടെ വിരുന്നാണെന്ന് കരുതി കഴിച്ചോ. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ വിരുന്ന്. അജയ് ആരും കേൾക്കാതെ അമ്മുവിൻ്റെ കാതോരം പറഞ്ഞു. അമ്മു കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം തരിപ്പിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. കിച്ചു ഓടി വന്നപ്പോഴേക്കും അജയ് അവളുടെ നെറുകയിൽ തട്ടിക്കൊടുത്തു. കിച്ചു ഒരു പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു. സുരേന്ദ്രൻ്റെ മനസ്സിൽ ഒരു പുകച്ചിലുണ്ടായിരുന്നത് ആരും അറിഞ്ഞില്ല. അതൊട്ട് അറിയിക്കാനും ശ്രമിച്ചില്ല. അമ്മുവിൻ്റെ അച്ഛൻ മുരളിയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു അതെന്ന് സുരേന്ദ്രനും മുരളിക്കുമല്ലാതെ ആർക്കും അറിയില്ല. തിരിച്ചെത്തിയപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മറ്റൊരു രീതിയിൽ നടന്നു കഴിഞ്ഞു. അമ്മുവിൻ്റെ വീടായിരുന്നു അവർക്ക് താമസിക്കാൻ കൊടുത്തത്. അമ്മു ഡ്രസ്സൊക്കെ മാറ്റി വേറെ ധാവണിയെടുത്ത് ഉടുത്തിരുന്നു. മുടി പിന്നിക്കെട്ടിയിട്ടു. നിളമോളയും എടുത്തുകൊണ്ട് അവിടെ ആകെ നടപ്പായിരുന്നു അവൾ. ഉമ്മറത്തെ തൂണിൽ കൈ ഊന്നിക്കൊണ്ട് അജയ് അവരെ നോക്കി നിന്നു. ഒപ്പം മുണ്ടു മടക്കി കുത്തി മുറ്റത്തേക്കിറങ്ങി. ശില്പയും മാധുരിയും രാഖയും ഒരുമിച്ച് ഇറങ്ങി വരുന്നുണ്ട്. ഫൈസിയും സന്ദീപും ഹരിയും കാറ്ററിംഗുകാരുടെ പാത്രങ്ങൾ വണ്ടിയിൽ കയറ്റിവിട്ടു. എന്നാൽ പോകാം. ഫൈസി കൈ തട്ടി കുടഞ്ഞു പറഞ്ഞപ്പോൾ അജയ് അവരെയൊക്കെ സംശയത്തോടെ നോക്കി. എങ്ങോട്ടാ എല്ലാവരും കൂടി? ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ നീ വരുന്നില്ലേ? ശില്പ അവനോട് ചോദിച്ചപ്പോൾ അവൻ നോക്കിയത് അമ്മുവിനെയാണ്. നിളയോട് എന്തൊക്കെയോ കൊഞ്ചി പറയുന്നുണ്ടെങ്കിലും നോട്ടം അവനിലേക്കാണ്. കള്ളി. ആ കള്ളനോട്ടം കണ്ട് ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയോടെ അവൻ പറഞ്ഞു. കിച്ചുവും രാകേഷും കൂടി വന്നപ്പോൾ എല്ലാവരും നടന്നു. ഏറ്റവും പുറകിലായി നടന്ന അജയ് കിച്ചുവിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന അമ്മുവിനെ പരിഭവത്തോടെ നോക്കി. അമ്മു ഇടയ്ക്കിടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൻ്റെ വീർപ്പിച്ച മുഖം കണ്ട് ചിരി കടിച്ചു പിടിച്ച് കിച്ചുവിൻ്റെ കയ്യിലൊന്നുകൂടി മുറുക്കെ പിടിച്ചു നടന്നു. ഇനി കുറച്ച് ദിവസങ്ങളെ ഇതുപോലെ കൊച്ചേട്ടൻ്റെ കൈ പിടിച്ച് നടക്കാനാവൂ എന്നോർത്തപ്പോൾ തൊണ്ടയിൽ ഗദ്ഗതം തങ്ങി നിന്നു. അവൻ്റെ തോളിൽ തല ചേർത്ത് നടക്കുമ്പോൾ ഹരി അജയോട് ഓരോന്ന് ചോദിച്ചും അജയ് അവനോട് ഓരോന്ന് പറഞ്ഞും നടന്നു. മനോഹരമായൊരു പാടത്തേക്കാണ് അവരെത്തിയത്. പാടത്തിന് നടുവിലെ ഓലക്കുടിൽ കണ്ട് ഹരിയുടെ ഉള്ളൊന്ന് പൊള്ളി. പഴയ ഓർമ്മകൾ തികട്ടി വന്നപ്പോൾ തല കുടഞ്ഞുകൊണ്ട് ഹരി ചിരിയുടെ ആവരണം അണിഞ്ഞു നിന്നു. അമ്മുവിനും അതേ അവസ്ഥയായിരുന്നു. അവളുടെ കൈ മുറുകിയപ്പോൾ തന്നെ കിച്ചു മനസ്സിലാക്കിയിരുന്നു മുന്നിലൊരു കൈത്തോടാണ്. കിച്ചു അജയ് അവരുടെ അടുത്തേക്ക് വരാൻ കണ്ണു കാണിച്ചു. അവൻ പതുക്കെ അടുത്തേക്ക് വന്നപ്പോൾ കിച്ചു കോള് വരുന്നു എന്ന് പറഞ്ഞു മാറി നിന്നു. കിച്ചു ആണെന്ന് കരുതി അമ്മു അജയുടെ തോളിൽ തല ചേർത്ത് വെച്ച് നടന്നു. മുന്നിലൊരു കൈത്തോടാണ്. അതിലിട്ടിരിക്കുന്നത് 2 കവുങ്ങുതടികൾ ചേർത്തിട്ടൊരു പാലമാണ്. അമ്മുവിന് അത് കടന്നു പോകാൻ വലിയ പേടിയാണ്. കിച്ചു എടുത്തുകൊണ്ടാണ് ആ പാലം കടന്നു പോകുന്നത്. കൊച്ചേട്ടാ എടുക്ക്, അവൾ പറയുന്നത് കേട്ട് അജയ് അവളെ കൈകളിൽ കോരിയെടുത്തു. അപ്പോഴാണ് അമ്മു അവനെ നോക്കുന്നത്. അവൾ തറഞ്ഞിരുന്നു പോയി. അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയുണ്ട്. അവർക്ക് പിന്നാലെ വന്നവർക്കും ഒരു പുഞ്ചിരിയോടെ അല്ലാതെ ആ കാഴ്ച നോക്കി നിൽക്കാനായില്ല. ഇതെന്താ? താഴെ ഇറക്ക് അജയ്. മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ ഞാൻ ഈ വെള്ളത്തിലേക്കിടും. അജയ് കണ്ണുരുട്ടിയപ്പോൾ അമ്മു മിണ്ടാതെയിരുന്നു. അവൾക്കാകെ നാണക്കേട് തോന്നി. എല്ലാവരും നോക്കുന്നുണ്ട്. ആ പാലത്തിലൂടെ നടന്നു പോകാൻ തനിക്ക് പേടിയാണ്. അതോർത്തപ്പോൾ അവൾ അടങ്ങിയിരുന്നു. കിച്ചു ആധിയോടെ അവരെ നോക്കുന്നുണ്ട്. അജയ്ക്ക് പരിചയമില്ലാത്ത ഇടമാണ്. വീണാൽ രണ്ടാളും ചെളിയിലും വെള്ളത്തിലും വീഴും. കിച്ചു ഫോൺ മാറ്റിവെച്ച് അവരുടെ അടുത്തേക്ക് വന്നു. അജയ് വളരെ ശ്രദ്ധാപൂർവം അവളെയും കൊണ്ട് അപ്പുറത്തെത്തി. കിച്ചു ആശ്വാസത്തോടെ നിന്നു. അപ്പുറത്തെത്തിയിട്ടും താഴെ ഇറക്കാത്തവനെ നോക്കി അമ്മു കണ്ണുരുട്ടി. വിട്ടെ, ഇനി ഞാൻ നടന്നോളാം. അമ്മു കുതറിയപ്പോൾ അജയ് ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു. അയ്യോ നാണക്കേട്, വീട്ടങ്ങോട്ട്. അമ്മു അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അജയ് തിരിഞ്ഞു നോക്കി. ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് തോട് കടന്നു വരുന്നുണ്ട്.
കുറച്ചു നേരം കൂടി അവരൊന്നും നോക്കുന്നില്ലടി. കൈ വേദനിക്കുന്നില്ലേ? ഏയ്, ഒരു പൂമ്പാറ്റയുടെ അത്ര പോലും ഇല്ല. താഴെ നിർത്തിയില്ലെങ്കിൽ തലയ്ക്ക് ചുറ്റും ഇപ്പം പൂമ്പാറ്റ് പറക്കും. ദഹിപ്പിച്ച് നോക്കുന്നവളെ മുഖം വീർപ്പിച്ച് പിടിവിട്ടിരുന്നു അവൻ. താഴെ ഇറക്കുന്നതിനിടയ്ക്ക് ധാവണി തെന്നി മാറി അവളുടെ വയറിലൊന്ന് കൈ തട്ടിയപ്പോൾ അമ്മു പിടച്ചിലോടെ അവനെ നോക്കി. അവൻ്റെ കയ്യിൽ ഒരു തരിപ്പ് പോലെ. അപ്പോഴേക്കും മറ്റുള്ളവരും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അപ്പോൾ അമ്മുക്കുട്ടിക്ക് 2 ബോഡി ഗാർഡ്സ് ആയല്ലോ. കിച്ചുവിനെ പോലെ തന്നെ അജയും മോളെ നോക്കുന്നുണ്ട്. ഉള്ളിലെ സന്തോഷം അപ്പാടെ പുറത്തു കാട്ടി ഫൈസി അവളുടെ തലയിലൊന്ന് കൊട്ടി. അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി. നിങ്ങളെന്നേക്കാ നമുക്കൊക്കെ സദ്യ തരുന്നേ? സമയമാട്ടെ. പിന്നെ സദ്യയല്ല പെണ്ണെ, നല്ല മട്ടൻ ബിരിയാണിയാണ് തരുന്നത്. അമ്മു നാക്ക് കടിച്ചുകൊണ്ട് അവനെ നോക്കി. അതെ, നെജുലിത്തെ എന്തു പറയുന്നു? അവൻ്റെ അടുത്തേക്ക് വന്ന് രഹസ്യമായി അമ്മു ചോദിച്ചപ്പോൾ അവൻ അന്തം വിട്ട് അവളെ നോക്കി. അത് കഴിഞ്ഞ് കിച്ചുവിനെ ദഹിപ്പിച്ചൊന്ന് നോക്കി. അവൻ ആകാശത്തേക്ക് നോക്കിക്കളഞ്ഞു. ആരോടും പറയല്ലേ പെണ്ണേ? ഏയ്, ഞാൻ ആരോടും പറയില്ല. അവളുടെ ബാപ്പ ആ ബ്ലേഡ് മൂസൊക്കെ അറിഞ്ഞാൽ അറിയാലോ. എൻ്റെ പെണ്ണ് വെറുതെ എങ്കിലും പുറത്തേക്കകത്തിരിക്കും. ഇക്കയ്ക്ക് അതിന് ഗവൺമെൻറ് ജോലിയില്ലേ, പിന്നെന്താ പ്രശ്നം? പ്രശ്നം അവർ വലിയ കോയിക്കൽ തറവാട്ടുകാർ, നമ്മളോ ഒരു ഫാമിലി. അതുപോലെ ആ മൂസാക്കിക്ക്. അതെ, ആദ്യം പോയി ധൈര്യമായി പെണ്ണി വയ്ക്ക്, എന്നിട്ട് നെജിൽത്തത്തെ വിളിച്ചിറക്ക്. അമ്പടി, പെണ്ണാകെ മാറിപ്പോയല്ലോ. ഇതെൻ്റെ പൂച്ചക്കുട്ടി തന്നെയാണോ? താടിയിൽ കൈ കൊടുത്തുകൊണ്ട് ഫൈസി ചോദിക്കുമ്പോൾ അമ്മു നാണത്തോടെ മുഖം കുനിച്ചു കളഞ്ഞു. അജയ് ഇതൊക്കെ കണ്ട് മുഖം വീർപ്പിച്ച് നോക്കുന്നുണ്ട്. എന്നോട് സംസാരിക്കാനേ നിങ്ങളുടെ പുന്നാരപ്പെങ്ങൾക്ക് നേരമില്ലാതുള്ളൂ. കിച്ചു ചിരിയോടെ അവനെ നോക്കി. സന്തുവും ഫൈസയും എന്നെപ്പോലെ തന്നെയാടാ അവൾക്ക്. എനിക്കൊപ്പം നിഴൽ പോലെ ഉണ്ടാവും അവരെപ്പോഴും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഈ നാടും വീടും പിന്നെ അവരെയൊക്കെ അവൾക്ക് നഷ്ടപ്പെടും. അത്രയും സമയം അവളൊന്ന് സന്തോഷിക്കട്ടടാ. അജയ് കിച്ചുവിൻ്റെ കൈ പിടിച്ച് അവനെ നോക്കി. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കിച്ചു അവനെ ഒറ്റുനോക്കി. അത് നാട്ടിലൊരു കമ്പനി തുടങ്ങിയാലോ എന്നൊരു ആലോചന. സത്യം പറഞ്ഞാൽ ആ മഹാനഗരത്തിൽ ജീവിതം തള്ളി നീക്കാൻ എനിക്ക് വയ്യ. സ്വന്തമായൊരു കമ്പനി തുടങ്ങി മേഘയ്ക്കൊപ്പം ഇവിടെ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. കിച്ചു അവനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. നീ മാത്രമേ അവൾക്ക് ചേരൂ അജയ്. നീ തന്നെയാണ് അവളുടെ ഭാഗ്യം. അമ്മുവിന് ഒരിക്കലും മുംബൈയിൽ വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഞാനാണ് അവളെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നത്. അതൊരു പക്ഷേ വിധിയായിരിക്കാം. നീ അവൾക്ക് വേണ്ടി അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നല്ലേ. ഈ ഏട്ടനെ വിട്ട് അവൾക്കൊരു ജീവിതവുമില്ല. അന്ന് ഗുജറാത്തിൽ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞതാ ഏട്ടനെ കാണാതെ ഉരുകി തീർത്ത മണിക്കൂറുകൾ. ഒപ്പം തന്നെ കാണാതായതിൽ മറ്റുള്ളവർ അവളുടെ കൊച്ചേട്ടനെ പഴിക്കുമോ എന്ന ആദിയും. എനിക്ക് ഇന്നും അത്ഭുതമാണ് നിങ്ങളുടെ ബന്ധം. അങ്ങനെയുള്ളൊരു പെണ്ണിനെ പാതിയായി കിട്ടാൻ ഭാഗ്യം ചെയ്യണ്ടേ ഞാൻ? ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഓരോ നിമിഷവും ആ പെണ്ണിൻ്റെ ഹൃദയത്തിൽ നിറയുകയാണ്. നിങ്ങളുടെ അനിയത്തിയില്ലാതെ ഇനി എനിക്ക് ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അവളുടെ പ്രണയവും ജീവിതവും എനിക്ക് വേണം. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ നിൽക്കില്ല. കാരണം അമ്മുവിന് അവളുടെ കൊച്ചേട്ടൻ്റെ സ്നേഹമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല. എൻ്റെ പ്രണയവും ഏട്ടൻ്റെ കരുതലും സ്നേഹവും ഒരുപോലെ നൽകി നമുക്ക് രണ്ടാൾക്കും കൂടെ നിൽക്കാം. കിച്ചു അജയെ ഇറുക്കപ്പുണർന്നു. എന്തുകൊണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ഇതെന്താ ഇവിടെ കെട്ടിപ്പിടി മത്സരമോ? കിച്ചു പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് അവളെ നോക്കിയപ്പോൾ അമ്മു ആധിയോടെ ഓടി അവൻ്റെ അടുത്ത് വന്ന് ധാവണിത്തുമ്പുകൊണ്ട് കണ്ണുകൾ ഒപ്പി. എന്താ കൊച്ചേട്ടാ, എന്തിനാ കരയുന്നേ? ഏയ്, ഒന്നുമില്ലടി കുഞ്ഞോളെ, സന്തോഷം കൊണ്ട. കിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അമ്മു അജയെ നോക്കി. അവൻ അവളെ കണ്ണുകൾ ചിമ്മി കാണിച്ചു. മുന്നോട്ട് നടക്കുമ്പോൾ അമ്മു നടുവിലും അവൾക്ക് ഇരുവശത്ത് കൈകൾ കോർത്ത് കിച്ചുവും അജയും. പെണ്ണിന് 2 സെക്യൂരിറ്റി ആണല്ലോ ഫൈസി, സന്ദീപ് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവർ ചിരിയോടെ നടന്നു. പച്ച വിരിച്ചു കിടക്കുന്ന പാടം ഒരറ്റത്തും മറ്റൊരറ്റത്ത് നിറയെ താമര വിടർന്നു കിടക്കുന്ന കായലും. അജയ് അതൊക്കെ ഫോണിലേക്ക് പകർത്തുകയായിരുന്നു. കിച്ചു പൊട്ടിച്ചു കൊടുത്ത താമരപ്പൂക്കൾ കയ്യിൽ വാങ്ങി പാവാടത്തുമ്പ് പൊക്കി നിൽക്കുന്നവളുടെ ഒരു ചിത്രം കൂടി അജയ് അവൾ കാണാതെ എടുത്തു. രാകേഷും നിളമോളും ശില്പയും കൂടിയുള്ളൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ഹരിയോട് പറഞ്ഞു. താമരപ്പടം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതായി ഹരി എടുത്തു കൊടുത്തു. പിന്നെ ഹരിയുടെയും രാഖയുടെയും ഊഴമായിരുന്നു. അവസാനം കിച്ചു അമ്മുവിനെയും അജയെയും ചേർത്ത് നിർത്തി പല പോസിലുള്ള ഫോട്ടോസ് എടുത്തു. അവസാനം എല്ലാവരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് മടങ്ങിയത്. ഇത്തവണ വേറെ വഴിയിലൂടെയാണ് പോയത്. പോകുന്ന വഴിക്ക് പറമ്പൊക്കെ കിളയ്ക്കാൻ പോകുന്ന ദാസനെ കണ്ട് നാളെയൊന്ന് അവിടെ പണിക്ക് വരാൻ കൂടി പറഞ്ഞു. ഒപ്പം വേറെ 2 പേരെ കൂടി വിളിക്കാനും. കുളവും പരിസരവും വൃത്തിയാക്കി മുറ്റത്ത് പന്തലിടാനായിരുന്നു കിച്ചുവിൻ്റെ ഉദ്ദേശം. താലികെട്ട അമ്പലത്തിലും റിസപ്ഷൻ അവിടുത്തെ തന്നെ ഓഡിറ്റോറിയത്തിലും നടത്താൻ തീരുമാനിച്ചു. സന്ധ്യയാകാറായപ്പോൾ അമ്മു കുളിക്കാനോടി. ഇനി കല്യാണം വരെ അമ്മു കാവിൽ വിളക്ക് തെളിയിക്കട്ടെ എന്ന് സുലോചന പറഞ്ഞു.
ശില്പയും രാഖിയും കൂടി കുളിയൊക്കെ കഴിഞ്ഞ് നിളമോളെ കുളിപ്പിച്ചൊരുക്കി നിർത്തിയിരുന്നു. ശില്പയ്ക്ക് ഇതൊക്കെ വലിയ ഉത്സാഹമാണ്. നാട്ടിൻ പുറത്തു നിന്നും മുംബൈ എന്നൊരു മഹാനഗരത്തിൽ ജീവിതം പറിച്ചു നട്ടപ്പെട്ടവളാണ്. പറമ്പിലും പാടത്തും നാട്ടുവഴികളിലൂടെയും നടന്നവൾ ഇന്നൊരു ഫ്ളാറ്റിന്റെ 4 ചുവരുകൾക്കിടയിൽ നട്ടം തിരിയുന്നു. അമ്മു വിളക്ക് വെച്ച് തൊഴുതു നിന്നപ്പോൾ ശില്പയും രാഖയും തൊഴുതിട്ട് പോയി. മച്ചിൽ കയ്യിൽ തൂങ്ങി മുന്നോട്ടാടി ആടി അജയ് കാവിലേക്ക് വിളക്കുമായി പോകുന്നവളെ നോക്കി നിന്നു. എന്താടാ, നിനക്കും പോണോ? കിച്ചു അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അജയ് കൈവിട്ട് അവനെ നോക്കി. വല്ലാത്തൊരു കാഴ്ച തന്നെ മനുഷ്യ. ഈ വിളക്കിന്റെ പ്രഭയിൽ നമ്മൾ പ്രണയിക്കുന്ന പെണ്ണിനെ കാണുമ്പോൾ ഉള്ളിൽ നിന്നൊരാന്തൽ.